ഇന്ന് റിപ്പോർട്ടർ ചാനല് ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അല്ല എന്താ സാറേ, തെളിവ് ചോദിച്ചെന്ന് കേട്ടു എന്ന് ഒരു ഹെഡിങ് വെച്ചിട്ടാണ് ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. കാണും. ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ടർ എന്ന് പറയുന്ന ചാനൽ VD സതീശനെ ടാഗ് ചെയ്തുകൊണ്ട് എന്താ സാറേ തെളിവ് ചോദിച്ചത് കേട്ടു എന്ന് പറയുന്ന ഒരു തമ്പനയിലും വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടാൻ കാരണം? ലഹരി കേസിൽ അറസ്റ്റിലായ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ മുഹമ്മദ് ഹുസൈൻ സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ച ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ദൃശ്യം ഗംഭീരമായിട്ട് വൈറലാവുന്നുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ VD സതീശൻ അദ്ദേഹത്തിൻ്റെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ പ്രവർത്തിപ്പിക്കുന്ന, അതിലൊക്കെ ഏറ്റവും റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ മുഹമ്മദ് ഹുസൈൻ എന്ന് പറയുന്ന മനുഷ്യൻ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് നല്ല രാസലഹരിയുമായിട്ട് പിടിക്കപ്പെട്ടു എന്നതാണ്. അതായത് കപ്പലിൻ്റെ ഉള്ളിൽ തന്നെയാണ് എല്ലാ കള്ളന്മാരും എന്ന രീതിയിലാണ് ഇപ്പോൾ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. സംഗതി അതൊന്നുമല്ല, പിടിക്കപ്പെട്ടു. ഒരുപക്ഷെ ഇതൊന്നും തീർച്ചയായിട്ടും VD സതീശൻ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇതൊന്നും അറിയുന്നുണ്ടായിരിക്കില്ല. പക്ഷേ അദ്ദേഹം അറിയാതെ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പാത അതിനുപയോഗിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും രീതിയിലൊക്കെ ഇതൊരു മറയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി വരും ദിവസങ്ങൾ പോലീസിൻ്റെ അന്വേഷണത്തിൽ തെളിവായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തായാലും ഇപ്പം നടക്കുന്ന ഒരു വഴക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ ഈ റിപ്പോർട്ടർ ചാനലും തമ്മിലുള്ള അടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ടർ ചാനലിലെ വാർത്തകൾ മുഴുവൻ പബ്ലിഷ് ചെയ്ത് മണിക്കൂറുകൾക്കകം ഡിലീറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ആദ്യം കാണിച്ചെന്ന വീഡിയോ എന്താ സാറേ തെളിവ് ചോദിച്ചെന്ന് കേട്ടു എന്നും പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും വീണ്ടും ഇങ്ങനെ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു കാരണം എന്നുള്ളതാണ്. ഭയങ്കര അത്ഭുതവും സ്വല്പമൊക്കെ നമ്മൾ അന്തം പിടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ. ഇതിനെ വാർത്ത കേൾക്കണോ? കേട്ടോളൂ. കാസർകോട്ടെ ലഹരി വേട്ടയിൽ പിടിയിലായ മുഹമ്മദ് ഹുസൈൻ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ. യൂത്ത് കോൺഗ്രസ് വെങ്ങോല പഞ്ചായത്തിലെ 142ാം ബൂത്ത് പ്രസിഡന്റ് കൂടിയാണ് ഹുസൈൻ മുഹമ്മദ്. മുഹമ്മദ് ഹുസൈൻ കോൺഗ്രസിന്റെ ലഹരി വിരുദ്ധ പ്രചരണത്തിലും പങ്കെടുത്തിരുന്നു. അടിപൊളി. നമ്മുടെ ഈ ഒരു പങ്കെടുക്കുക, പിന്നീട് ഇവര് തന്നെ ലഹരിക്ക് വേണ്ടിയിട്ടൊക്കെ ഇറങ്ങുക എന്ന് പറയുന്ന പരിപാടിനെ സനീഷൊക്കെ കൂടിയിട്ട് ഏകദേശം തേച്ചൊട്ടിക്കുന്നുണ്ട്. ഒന്ന് കണ്ടേക്കും. അതെ, ഇത് സാധാരണ പണ്ടൊക്കെ സിനിമകളിലെ ഒരു പതിവ് തമാശയാണ് ഈ മദ്യമേ വിഷമേ വിഷമദ്യമേ എന്നൊക്കെ പറഞ്ഞ് മദ്യവിരുദ്ധ പ്രവർത്തകരായിട്ട് ഒക്കെ നടന്നിട്ട് അവസാനം പതുക്കെ ഈ സമരം അവസാനിപ്പിച്ച് പോകുന്നതിന് മുമ്പ് ഷാപ്പിൽ കയറി 2 കുപ്പി കള്ളും കുടിച്ചിട്ട് വീട്ടിൽ പോകുന്ന ചിലരെ കാണിച്ചിട്ടുണ്ട്. ആ മട്ടിലാണ് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും പെരുമ്പാവൂർ സ്വദേശിയായ മുഹമ്മദ്, അദ്ദേഹത്തിന്റെ പേര് കൃത്യമായിട്ട് മുഹമ്മദ് ഹുസൈൻ. എന്തായാലും മുഹമ്മദ് ഹുസൈൻ ഗംഭീരമായിട്ട് പിടിക്കപ്പെട്ടതിന്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് ഒരുപക്ഷെ വാർത്ത ചെയ്തിട്ടുണ്ടായിരിക്കുക ഈ ന്യൂസ് മലയാളമല്ല, അത് റിപ്പോർട്ടറാണ്. റിപ്പോർട്ടായി ചെയ്തതിന്റെ ഭാഗമായിട്ട് ഏതൊക്കെ രീതിയിലാണ് റിപ്പോർട്ടർ വാർത്ത കൊടുക്കുന്നത്, ആ വാർത്തയെ മുഴുവൻ സോഷ്യൽ മീഡിയയിൽ നിന്ന്, മെറ്റയിൽ നിന്ന് നീക്കം ചെയ്യുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ കിട്ടുന്നത്. അതുമായി ബന്ധപ്പെട്ട് വീണ്ടും വീണ്ടും ഇപ്പോൾ അവര് വാർത്തകൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ വാർത്ത കൂടി ഫേസ്ബുക്കിൽ നിന്ന് റിമൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. സർക്കാർ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മുഖ്യമന്ത്രി സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഉൾപ്പെടെയുള്ള 3 കോൺഗ്രസ് പ്രവർത്തകർ പിടിയിലായ വാർത്തയാണ് മെറ്റ റിമൂവ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ ഫേസ്ബുക്ക് ഉപയോക്താക്കൾക്ക് കാണാൻ കഴിയാത്ത വിധത്തിൽ വാർത്ത ഫേസ്ബുക്ക് റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ്. എന്തുകൊണ്ട് മെറ്റ റിമൂവ് ചെയ്തു എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് മെറ്റയുമായിട്ടുള്ള നമ്മുടെ കറസ്പോണ്ടൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സർക്കാർ നൽകിയ ഒഫീഷ്യലായ ലീഗൽ റിക്വസ്റ്റിന്റെ ഭാഗമായാണ് മെറ്റ ഇന്ത്യയിലുള്ള ഫേസ്ബുക്ക് ഉപയോക്താക്കൾ. സംഗതി ഓക്കെ അല്ലേ? നമ്മുടെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ സംസാരിക്കുന്നത് രണ്ട് പേരാണത്രേ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ നിയന്ത്രിക്കുന്നത്. ഒന്ന് നമ്മുടെ പ്രധാനമന്ത്രിയാണത്രേ, രണ്ടാമത്തെ ആള് ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി. 2 പേരും കൂടിയിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നിയന്ത്രിക്കുന്നത്. അതായത് ഇവർക്കെതിരെ എന്തെങ്കിലുമൊക്കെ ഒരു വാർത്ത വരുന്നുണ്ടെങ്കിൽ ആ വാർത്ത വളരെ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കം ചെയ്യുക, അവരുടെ ഭാഗം സേഫ് ആക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇത് നീക്കം ചെയ്യാൻ കഴിയുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഈ ഫേസ്ബുക്കും മറ്റൊക്കെയാണ്. പക്ഷേ ഇത് ഇട്ട് നിമിഷങ്ങൾക്കകം ഇപ്പോൾ ആളുകളൊക്കെ അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനേക്കാൾ കൂടുതൽ വേഗതയിൽ ഇപ്പോൾ ആ സംഗതി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും ഭീകരമായിട്ടുള്ളൊരു ഡയലോഗ് കൂടി, ഒരു പരിഹാസ ഡയലോഗ് കൂടി
പി ജയരാജ് എന്ന് പറയുന്ന CPM നേതാവ് പറഞ്ഞിട്ടുണ്ട്. ഗംഭീരമായ ഡയലോഗാണ്. VD സതീശന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ പിടിയിലാകുന്നു. RSSന്റെ TG മോഹൻദാസിന് ജാമ്യം കിട്ടാൻ പോലീസ് സഹായിക്കുന്നു. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്നൊരു പരിഹാസ എഴുത്തുകൂടി പി ജയരാജ് എന്ന് പറയുന്ന CPMന്റെ നേതാവിന്റെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ട്. വീണ്ടും വാർത്ത നീക്കം ചെയ്ത് സർക്കാർ എന്ന് പറഞ്ഞിട്ട് വേറെ വാർത്ത കൂടി നീക്കം ചെയ്ത വാർത്തയെക്കുറിച്ച് വീണ്ടും റിപ്പോർട്ടർ ഒരു പോസ്റ്റർ ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. ഒന്നിങ്ങനെയാണ്: കടൽ മക്കളെ അധിക്ഷേപിച്ചതിന് മുഖ്യമന്ത്രി ഇതുവരെ മാപ്പ് പറഞ്ഞിട്ടില്ല. രൂക്ഷ വിമർശനവുമായി മത്സ്യബന്ധന ബോട്ട് മറിഞ്ഞ് കാണാതായ ജോണിന്റെ മകൾ എന്ന് പറഞ്ഞിട്ടൊരു വാർത്തയുണ്ട്. ഈ വാർത്തയും മെറ്റ വഴി നീക്കം ചെയ്തു എന്ന് പറയുന്നത്. ഇനി ഈ വഴി നീക്കം ചെയ്യുക മാത്രമല്ല, വേറൊരു രസകരമായിട്ടുള്ള വാർത്ത കൂടി വരുന്നത്, റിപ്പോർട്ടർ ചാനലിലെ മുതലാളിമാരെ നമുക്കറിയാം, ആൻറ്റോ സഹോദരന്മാരാണ്. ഈ ആൻറ്റോ സഹോദരന്മാർക്കെതിരെ ഒരു കേസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ച് ആൻറ്റോ സഹോദരന്മാർ തന്നെ രസകരമായിട്ട് പറയുന്നത്, മനോരമ ചാനലിലെങ്ങാണ്ട് ഭക്ഷണം കഴിക്കാൻ അദ്ദേഹം പോയിരുന്നു, അതിന് കൊടുക്കുന്നൊരു പ്രത്യുപകാരമാണ് ഇപ്പോൾ നടക്കുന്ന ഈ പറയുന്ന കലാപരിപാടികൾ, അല്ലാതെ അത്തരം കേസിൽ ഞങ്ങൾ പെട്ടിട്ടില്ല എന്ന് രസകരമായി ആൻറ്റോ സഹോദരന്മാരും പറയുന്നുണ്ട്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഭയങ്കര രസകരമായ ചില വഴക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഏറ്റവും ഗംഭീരമായിട്ടുള്ള പോര് നടക്കുന്നത് ഒരു മാധ്യമ സ്ഥാപനവും ഒപ്പം തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയും തമ്മിലാണെന്നുള്ളതാണ് ഇതിൻ്റെ ആരും തിരിച്ചറിയാതെ പോകുന്ന അവസ്ഥ. ഇനി ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടിട്ട് തീർച്ചയായിട്ടും ഇത് VD സതീശ് എന്ന് പറയുന്ന ആ നേതാവ് തീർച്ചയായിട്ടും അറിഞ്ഞിട്ടേ ഉണ്ടാവില്ല. ഒരു സംശയം വേണ്ട, അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവില്ല. ഒപ്പം നടക്കുന്നവന്മാര് ഇങ്ങനെ പണി തരാൻ വേണ്ടിയിട്ടാണ് നടക്കുന്ന കാര്യം അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം എന്നോ അത്തരം ആളുകളൊക്കെ എടുത്തിട്ട് പുറത്തിടും. കാരണം അത് അദ്ദേഹം എത്രയോ കഷ്ടപ്പെട്ട് നേടിയ സീറ്റാണ്. പൊതുജനങ്ങളെ മുഴുവൻ വിശ്വാസത്തിലെടുത്ത് അദ്ദേഹത്തിന് വേണ്ടി ഒരു വലിയ കോക്കസ് ഉണ്ടാക്കിയിട്ടൊക്കെ നേടിയെടുത്തൊരു വലിയ സീറ്റാണ് മുഖ്യമന്ത്രി പദം എന്ന് പറയുന്നത്. അത് കിട്ടാനും വേണ്ടിയിട്ട് ഇറങ്ങിയിരുന്ന 2-3 ആൾക്കാർ അപ്പുറത്തുണ്ട്. ഒരാൾ ഇപ്പോൾ പോലീസ് മന്ത്രിയാക്കി, ഒരാൾ ഇപ്പോഴും ഡൽഹിയിൽ തന്നെയാണ്. അങ്ങനത്തെ ആളുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ആളുകൾക്കൊക്കെ വീണ്ടും ഒരുപക്ഷെ സാഹചര്യം ഒരുക്കുന്ന രീതിയിലേക്കാണ് ഈ കളികൾ നടക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഇതെങ്ങനെയാണ് പിടിക്കപ്പെട്ടത്? ഒരുപക്ഷെ ഇത് പിടിക്കപ്പെടുമ്പോൾ തന്നെ ആ പോലീസുകാർക്ക് മറ്റൊക്കെ അറിയാം ഇത് VD സതീശൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആണ് എന്ന് അറിയാതിരിക്കുന്ന അവസ്ഥ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പുറകിൽ വേറെ ആര് കളിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ കളിച്ചു എന്നല്ലാതെ വേറൊന്നും പറയാനില്ല എന്നുള്ളതാണ്. എന്തൊക്കെയായാലും ഗംഭീരമായിട്ട് വഴക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ചാനലും നമ്മുടെ മുഖ്യമന്ത്രിയും തമ്മിൽ. ഈ പോര് എവിടെ എത്തുമെന്ന് 1-2 ദിവസത്തിൽ അറിയാം, അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ അറിയാം. ബൈ.